രാത്രിമേള. കഥ എഴുതിയത് കാട്ടൂർ മുരളി. കാക്കക്കൂട്ടത്തെ പോലെ കാറിക്കരയുന്ന ടെലിപ്രിന്ററിൽ നിന്നും വാർന്നു വീഴുന്ന വാർത്തകൾ അരിച്ചു പെറുക്കുമ്പോൾ വയറ്റിൽ തീ ആളിപ്പടരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് തലയ്ക്ക് നേരെയുള്ള ഭിത്തിയിലെ ക്ലോക്കിൽ നോക്കാൻ തോന്നിയത്. സമയം 10:15. ഇനിയും വൈകിയാൽ റാം അവതാർ മിശ്രയുടെ ഡാൽ ചാവലിലെ ഡാലിൽ വെള്ളം കൂടുമെന്ന ബോധോദയത്തിൽ ചാടി എഴുന്നേറ്റ് മിത്തൽ ടവറിന് മുന്നിലെ ഫുട്പാത്തിലുള്ള തട്ടുകട ലക്ഷ്യമാക്കി ഇറങ്ങി നടന്നു. പതിവ് ചര്യയാണത്. ഒന്ന് നടുവ് നിവർത്തുക എന്ന മറ്റൊരു ലക്ഷ്യം കൂടി ആ പോക്കിനുണ്ട്. അങ്ങനെയുള്ള ആ പോക്കിനിടയിൽ ബജാജ് ഭവന് മുന്നിലെ ഗുൽമോഹർ ചോട്ടിൽ ഒരു നിലാവെട്ടം പോലെ അവരെ കാണാറുണ്ടെങ്കിലും ആദ്യമൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഒരു ദിവസം പതിവ് പോലെ ഡാൽ ചാവൽ വാങ്ങാൻ പോകുമ്പോൾ ഗുൽമോഹർ ചോട്ടിലെ ഒരു ബഹളം എന്നെ പിടിച്ചു നിർത്തി. മധ്യവയസ്കനും അജാനുബാഹുവുമായ ഒരു സർദാർജിയാണ് ബഹളം വെച്ചിരുന്നത്. നീല നിറത്തിലുള്ള അയഞ്ഞ കുർത്തയും പൈജാമയും ചുവന്ന പഗടിയും ധരിച്ച അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഓയ് പെൻചോത്, മുझे मेरे പൈസ വാപ്പസ് ലൗട്ടാ. അവളോടൊപ്പമുള്ള 12കാരൻ പയ്യനോടായിരുന്നു സർദാർജിയുടെ ആക്രോശമെന്ന് അടുത്തു ചെന്നപ്പോൾ മനസ്സിലായി. അവളെ കൂട്ടിക്കൊണ്ടു പോയ ശേഷം അവൾ സഹകരിച്ചില്ലെന്നാരോപിച്ച് പണം തിരികെ ചോദിച്ചാണ് അയാൾ ബഹളം വെച്ചിരുന്നത്. അപ്പോഴേക്കും അവിടെ തടിച്ചുകൂടിയ ചിലർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചതിനാൽ നിലത്തുറയ്ക്കാത്ത ചുവടുകളോടെ സർദാർജി മറൈൻ ഡ്രൈവ് ദിശയിലേക്ക് പോവുകയും ചെയ്തു. പകൽ നേരങ്ങളിൽ നരിമാൻ പോയിന്റിലെ മണിമാളികകളിലെ ലാവണങ്ങളിൽ തൊഴിലിനും മറ്റുമായി എത്തുന്നവർ തീർക്കുന്ന തിരക്കും വെട്ടവും ഒഴിഞ്ഞാൽ നഗരത്തിൻ്റെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് പറയത്തക്ക ചലനങ്ങളൊന്നുമില്ലാതെ തികച്ചും നിശബ്ദവും നിശ്ചലവുമായ അവിടുത്തെ രാവുകളെ സജീവമാക്കുന്നത് ജംനാലാൽ ബജാജ് റോഡിൻ്റെയും NCPA റോഡിൻ്റെയും സംഗമസ്ഥാനമായ നാൽക്കവലയിൽ നിത്യവും അരങ്ങേറാറുള്ള മേളയാണ്. ആ മേളയിലെത്തുന്ന വരേണ്യവർഗക്കാരും വിദേശികളുമായ സന്ദർശകരെ ആകർഷിച്ച് അവരോടൊപ്പം പോയി അന്നന്നത്തെ വയറ്റുപിഴപ്പിനായി എന്തെങ്കിലും നേടാൻ വേണ്ടിയാണ് ഛത്രപതി ശിവാജി ടെർമിനൽസിലേക്കുള്ള അവസാനത്തെ ഡബിൾ ഡെക്കറും പോയിക്കഴിയുന്നതിനോടെ കുളിച്ച് കുറിതൊട്ട് സർവാഭരണ വിഭൂഷിതയായി അവൾ അവനോടൊപ്പം ആ ഗുൽമോഹർ ചോട്ടിൽ എന്നും എത്താറ്. അവൾക്ക് തുണയായി എത്തുന്നതോടൊപ്പം അവൾക്കു വേണ്ടി സന്ദർശകരോട് വിലപേശിയിരുന്നതും അവൾക്ക് ലഭിച്ചിരുന്ന സമ്പാദ്യം എണ്ണിത്തിട്ടപ്പെടുത്തി സൂക്ഷിച്ചിരുന്നതും അവനായിരുന്നു. മേളയിലെത്തുന്നവരെ ആഹ്ലാദിപ്പിക്കാൻ തക്ക മറ്റു പല വിനോദോപാധികൾ വേറെ ഉണ്ടെന്നാലും അക്കൂട്ടത്തിലെ പ്രധാന ആകർഷണം വാസ്തവത്തിൽ അവൾ തന്നെയാണ്. അവൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കണ്ണുകളും അവളിലേക്കായിരിക്കും. അവളാകട്ടെ ആരെയും ശ്രദ്ധിക്കാത്ത മട്ടിൽ, എന്നാൽ ഇടയ്ക്കിടെ നാലുപാടും ഏറുകണ്ണിട്ട് നോക്കിക്കൊണ്ട് നിലയുറപ്പിക്കും. അവളുടെ സന്ദർശകരായി ആരെങ്കിലും എത്തുന്നതും കാത്ത് അവളോട് ചേർന്ന് അവനും നിൽക്കും. ആ നിൽപ്പിൽ മേളയിലെ ആവർത്തന വിരസങ്ങളായ കാഴ്ചകളൊന്നും അവർ രണ്ടുപേരെയും സ്വാധീനിക്കാറില്ല. അതിനാൽ എന്തെങ്കിലും വായിലിട്ട് ചവച്ച് ഒരുതരം നിസ്സംഗതയോടെ അവളും, കുട്ടിത്തം വിട്ടുമാറാത്ത അവനാണെങ്കിൽ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച ബലൂൺ ഊതിവീർപ്പിച്ചോ അതുമല്ലെങ്കിൽ കീശയിൽ കൊണ്ടുവരാറുള്ള പ്ലാസ്റ്റിക് ബോൾ ഗുൽമോഹർ മരത്തിലേക്ക് എറിഞ്ഞും പിടിച്ചും കളിച്ചുകൊണ്ട് നിൽക്കും. അന്നേരം മേളയിലെത്തിയവരുടെ വസ്ത്രങ്ങളിൽ നിന്ന് ഉതിരുന്ന സുഗന്ധങ്ങളെ മറികടന്ന് എതിർവശത്തെ ഫുട്പാത്തിൽ കനലിൽ ചുട്ടെടുക്കുന്ന സീഖ് കബാബിൻ്റെയും മഷീനിൽ പോപ്കോൺ പൊരിക്കുന്നതിൻ്റെയും രൂക്ഷമായ പുകമണം അവിടെയെങ്ങും ഉയരാൻ തുടങ്ങും. അന്നേരം അവൾക്കും അവനും ചുമ വരും. അതിനിടയിലാണ് ആ സർദാർജിയോടൊപ്പം അവൻ അവളെ പറഞ്ഞയച്ചതും അവൾ സഹകരിച്ചില്ലെന്നും പറഞ്ഞ് അയാൾ പണം തിരിച്ചു ചോദിച്ച് ബഹളമുണ്ടാക്കിയതും. മുരടനെന്ന് തോന്നിക്കുന്ന സർദാർജിയുടെ കൂടെ അവളെ പറഞ്ഞുവിടാൻ അവൻ ആദ്യം വിസമ്മതിച്ചതാണ്. എന്നാൽ ഏറെ കാത്തുനിന്നിട്ടും അന്ന് സന്ദർശകരാരും എത്താതിരുന്നതിനാലാണ് അയാളുടെ കൂടെ അവളെ പറഞ്ഞയച്ചത്. അപ്പോഴും അയാൾ മദ്യപിച്ചിരുന്ന കാര്യം അവൻ അറിയില്ലായിരുന്നു. വാസ്തവത്തിൽ അവൾക്കും ആ സർദാർജിയോടൊപ്പം പോകാൻ താല്പര്യമില്ലായിരുന്നുവെന്ന് അവളുടെ നിൽപ്പിൽ നിന്നും അയാൾക്കു നേരെയുള്ള അവളുടെ നോട്ടത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ആ സംഭവത്തോടെ അവളെ ഏറ്റവും അടുത്തു നിന്നു തന്നെ കാണാനും ശ്രദ്ധിക്കാനും അവളുടെ പേര് ചാന്ദിനി എന്നും അവൻ്റേത് അൽത്താഫ് എന്നുമാണെന്നും അറിയാൻ കഴിഞ്ഞ എനിക്ക് അവരോട്, പ്രത്യേകിച്ച് ചാന്ദിനിയോട് എന്തെന്നില്ലാത്ത ഒരു അടുപ്പം തോന്നി. ഞാൻ അറിയാതെ തന്നെ അതൊരു തരം ആരാധനയായി മാറിയതും വളരെ പെട്ടെന്നായിരുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയും പോലെ.
അതിനെന്നെ പ്രേരിപ്പിച്ചത് നിലാവ് പോലെ വെണ്മയാർന്ന അവളുടെ വശ്യമായ ഉടലിൻ്റെ രൂപലാവണ്യങ്ങൾ മാത്രമായിരുന്നില്ല. അവളുടെ മുഖഭാവങ്ങൾക്കും പ്രത്യേകിച്ച് ആ കണ്ണുകൾക്കും അതിൽ പങ്കുണ്ട്. അതുകൊണ്ടു തന്നെ ഡാൽ ചാവൽ വാങ്ങാനുള്ള പോക്കുവരവിനിടയിൽ ഗുൽമോഹർ ചോട്ടിൽ സന്ദർശകരെയും കാത്തു നിൽക്കുന്ന അവളുടെ സൗന്ദര്യം ആസ്വദിച്ച് കുറച്ചു നേരമെങ്കിലും നിൽക്കുക എന്നത് എൻ്റെ ഒരു സ്വകാര്യ ശീലമായി മാറി. അത് പതിവായപ്പോൾ ഇടയ്ക്കൊക്കെ അവൾ എന്നെയും തലചരിച്ച് നോക്കാൻ തുടങ്ങി. ഒരു പക്ഷേ മേളയിലെത്തുന്നവരെ വരേണ്യവർഗങ്ങൾക്കിടയിലൂടെ കടന്നു പോകാറുള്ള എൻ്റെ പ്രത്യേക വേഷമായിരിക്കും അവൾക്കെന്നെ അങ്ങനെ നോക്കാൻ പ്രേരണയായത്. കാരണം സന്ധ്യയോടെ പത്രമാഫീസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വാർത്തകൾ എഴുതി തീരും വരെ പാൻസും ഷൂസും അഴിച്ചു വെച്ച് ഷർട്ടും കൈലിയുമായിരുന്നു എൻ്റെ വേഷം. ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി AC-യുടെ ഉപയോഗത്തിൽ നിരോധനവും പങ്കയുടെ റെഗുലേറ്ററിൽ നിയന്ത്രണവും മാനേജ്മെൻറ്റ് ഏർപ്പെടുത്തിയതിനാൽ ചൂട് സഹിക്കാൻ വയ്യാതെയാണ് അങ്ങനെ ചെയ്തിരുന്നത്. അതേ വേഷത്തിൽ തന്നെയാണ് രാം അവതാർ മിശ്രയുടെ തട്ടുകടയിൽ ദാൽ ചാവൽ വാങ്ങാനും പോയിരുന്നത്. ഇങ്ങനെ നിത്യവുമുള്ള ആ പോക്കിൽ ചാന്ദിനിയെ നോക്കിയുള്ള എൻ്റെ നിൽപ്പ് മേളസ്ഥലത്തെ സ്ഥിരം കച്ചവടക്കാരിൽ ചിലരെങ്കിലും സംശയത്തോടെ വീക്ഷിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഞാൻ നടൻ ശ്രീനിവാസിൻ്റെ കഥാപാത്രങ്ങളെപ്പോലെ ഒരുതരം ചമ്മലോടും പരുങ്ങലോടും ഒന്നും അറിയാത്ത മട്ടിൽ അവിടെ നിന്ന് പിന്മാറി ഏതെങ്കിലും ഒരു പ്രത്യേക ഇടത്തല്ലാത്ത മറ്റു പല ഭാഗങ്ങളിലും നിന്നുകൊണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവളെ നോക്കിക്കാണുന്ന പതിവ് തുടർന്നു പോന്നു. ചാന്ദിനിയുടെ സൗന്ദര്യം വർണ്ണിക്കാൻ ഒരു കവിയോ ഷായറോ അല്ലാത്ത വെറുമൊരു പത്രപ്രവർത്തകനായ എന്നിലെ വാക്ചാതുര്യം അപര്യാപ്തമായതിനാൽ തൽക്കാലം അതിന് ഞാൻ ശ്രമിക്കുന്നില്ല. അതേസമയം സ്വാഭാവിക സൗന്ദര്യത്തിൻ്റെ ദൃശ്യരൂപമായ അവൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആടയാഭരണങ്ങളുടെയോ ആഭൂഷണങ്ങളുടെയോ ആവശ്യമില്ലെന്ന് മാത്രമാണ് എൻ്റെ കണ്ടെത്തൽ. എന്നാൽ വേഷങ്ങൾക്കുള്ളിലെ യാഥാർത്ഥ്യം കാണാനും തിരിച്ചറിയാനും മനസ്സില്ലാത്ത ഈ നഗരത്തിൽ അവളുടെ അതിജീവനത്തിന് അതെല്ലാം അനിവാര്യമാണു താനും. ആഹ്ലാദമോ വിഷാദമോ എന്ന് നിരൂപിച്ചെടുക്കാനോ അപഗ്രഥിക്കാനോ കഴിയാത്ത അവളുടെ മുഖഭാവവും കണ്ണുകളും കാണുമ്പോഴൊക്കെ ഡാവിഞ്ചിയുടെ മൊണാലിസയെയാണ് ഞാൻ ഓർക്കാറ്. ചിലപ്പോഴൊക്കെ അവ പാക്കീസയിലെ മീനാകുമാരിയെയും ഓർമ്മിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള അവൾ ബജാജ് ഭവനിലെ ആർട്ട് ഗാലറിയിൽ എത്താറുള്ള കലാകാരന്മാരുടെയോ കലോപാസകരുടെയോ കണ്ണിൽ എന്തുകൊണ്ട് പെട്ടില്ല എന്നും ഞാൻ വിസ്മയം കൊള്ളാറുണ്ട്. ചാന്ദിനിയോടുള്ള എൻ്റെ കമ്പം ഓരോ ദിവസം ചെല്ലുന്തോറും ഏറി വരികയായിരുന്നു. ചാന്ദിനിയോടുള്ള കമ്പത്തോടൊപ്പം രാവിൻ്റെ 3-ാം യാമം വരെ ഉറക്കമിളച്ച് കഴിയേണ്ടി വരുന്ന അവളുടെ വിധിയെ ചൊല്ലിയുള്ള സഹതാപവും ദയാവായ്പും എന്നെ പലപ്പോഴും അസ്വസ്ഥനാക്കി. എന്നെങ്കിലും ഒരു ദിവസം അവളെ സ്വന്തമാക്കി ആ തൊഴിലിൽ നിന്നും അവൾക്കൊരു മോചനം നൽകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുപോലും ഞാൻ ആശിച്ചു. എളുപ്പമല്ലെങ്കിലും അതിനുള്ള മാർഗങ്ങൾ തേടി അലയാറുള്ള എൻ്റെ ചിന്തകളിൽ പക്ഷേ ഒരു വഴിയും തെളിയാറില്ല. വസന്തം വരികയും പോവുകയും ചെയ്യും. ആ വസന്തത്തെ സ്വന്തമാക്കാൻ ഇവിടത്തെ ഒരു കുബേരനും കഴിയുകയില്ല എന്ന് ജഹാംഗീർ ആർട്ട് ഗാലറിക്കടുത്തുള്ള ഒരു മരച്ചോട്ടിലിരുന്ന് ഒരിക്കലൊരു ഫക്കീർ ചരസിൻ്റെ ഓളത്തിൽ വിളിച്ചു പറഞ്ഞത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നഗരത്തിലെ മുഴുവൻ ഗുൽമോഹർ മരങ്ങളും ഒന്നിച്ച് പൂത്ത് കനൽ ചൂടി നിന്ന മെയ് മാസത്തിലെ ഒരു രാത്രി. ശനിയാഴ്ചയായതിനാൽ നരിമാൻ പോയിന്റിലെ ഓഫീസുകളെല്ലാം 6 മണിക്ക് മുമ്പേ ശൂന്യമായി. അവിടുത്തെ റോഡുകളും. അതിനാൽ തന്നെ രാത്രി മേളക്കാർ പതിവിലും നേരത്തെ റോഡുകൾ കൈയടക്കിയിരുന്നു. കുറേ നാളുകളായി നരിമാൻ പോയിന്റിലെ രാത്രിമേളയുടെ പശ്ചാത്തലത്തിൽ ചാന്ദിനിയുടെയും അവളുടെ രക്ഷകനായ അൽത്താഫിൻ്റെയും ജീവിതം പ്രതീകമാക്കി വരാന്തപ്പതിപ്പിലേക്കൊരു ഫീച്ചർ തയ്യാറാക്കിയാലോ എന്ന ആലോചനയിലായിരുന്നു ഞാനും. അന്ന് ഡാൽ ചാവൽ വാങ്ങാനെന്ന വ്യാജേനെ അല്പം നേരത്തെ ഇറങ്ങി. മറൈൻ ഡ്രൈവ് കടലിൽ നിന്നും NCPAയ്ക്കും ട്രൈഡൻറ്റ് ഹോട്ടലിൻ്റെ ഇടയിലൂടെ എവിടെയൊക്കെയോ തട്ടിത്തടഞ്ഞ് കൊണ്ടെത്തിയിരുന്ന വരണ്ട ഉപ്പുകാറ്റിലുലഞ്ഞു നിൽക്കുന്ന ബജാജ് ഭവന് മുന്നിലെ ഗുൽമോഹർ ചോട്ടിലേക്ക് അകലെ നിന്ന് തന്നെ എൻ്റെ ദൃഷ്ടികൾ പാഞ്ഞു. അവൾ അവിടെ തന്നെ നിൽപ്പുണ്ട്. അവൾക്കരികിൽ ഒരു വെള്ളക്കാരൻ സായിപ്പിനോട് സംസാരിച്ചുകൊണ്ട് അൽത്താഫും. നേർമയേറിയ വെളുത്ത കുർത്തയും വെളുത്ത പൈജാമയും ധരിച്ച് അസാധാരണമായ പൊക്കവും നീണ്ട ചെമ്പൻ മുടിയും താടിയും നീല കണ്ണുകളും കണ്ടാൽ ഒരു അമാനുഷിക പരിവേഷവും തോന്നിക്കുന്ന വയോധികനാണെങ്കിലും പ്രായത്തെ തോൽപ്പിക്കുന്ന ഊർജ്ജസ്വലതയുമുള്ള ആ സായിപ്പ് ട്രൈഡൻറ്റ് ഹോട്ടലിൽ നിന്നും ഇറങ്ങി വന്നതാണെന്ന് തോന്നുന്നു. ഗുൽമോഹർ ചോട്ടിൽ ചുവപ്പ് പരവതാനി വിരിച്ച പോലെ വീണുകിടക്കുന്ന പൂക്കളിൽ ചവിട്ടിയാണ് അവരുടെ നിൽപ്പ്.
ചാന്ദിനിയുടെ ശിരസിലും ദേഹത്തും വീണ് തങ്ങിക്കിടന്ന ചില ഗുൽമോഹർ പൂക്കൾ അവളുടെ സ്വാഭാവിക സൗന്ദര്യത്തിൻ്റെ മാറ്റുകൂട്ടി. സായിപ്പ് ചിരിച്ചുകൊണ്ട് അൽത്താഫിനോട് എന്തൊക്കെയോ ഇംഗ്ലീഷിൽ ചോദിച്ചു. മുഴുവനും മനസ്സിലായില്ലെങ്കിലും അയാളുടെ ചോദ്യങ്ങൾക്ക് അവൻ ഹിന്ദിയിൽ മറുപടി നൽകി. അതിനിടയിൽ അയാൾ ചാന്ദിനിയെ തൊടുകയും തലോടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ അതിൽ പ്രതിഷേധമൊന്നും പ്രകടിപ്പിച്ചില്ല. അതും തൻ്റെ തൊഴിലിൻ്റെ ഭാഗമായുള്ള സഹനങ്ങളിൽ ചിലതാണല്ലോ എന്ന് അവൾ കരുതി കാണും. ഒടുവിൽ അയാൾ നൽകിയ പണം എണ്ണി വാങ്ങിയ അൽത്താഫ് അവളെ അയാളോടൊപ്പം പറഞ്ഞയക്കാൻ തയ്യാറായി. അതിനു മുമ്പ് അവൻ അവളോട് എന്തോ പറഞ്ഞു. അത് കേട്ട് അവൾ ഒന്ന് തലയാട്ടിയെന്ന് തോന്നുന്നു. പിന്നെ സായിപ്പിനെയും കൊണ്ട് നിരത്തിൽ ചിതറിക്കിടന്ന ഗുൽമോഹർ പൂക്കളിൽ ചവിട്ടി NCPA റോഡിലൂടെ മുന്നോട്ട് പോകാനായി ആദ്യ ചുവട് വച്ചു. അന്നേരം എൻ്റെ കണ്ണുകളിൽ അവിശ്വസനീയതയുടെ ഒരു കൊള്ളിയാൻ മിന്നി. ചാന്ദിനി സായിപ്പിനെയും കൊണ്ട് മുടന്തുകാലിൽ നടന്നകലുന്ന കാഴ്ച അധിക നേരം നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവളും സായിപ്പും കാണാമറയത്താകും മുമ്പേ തന്നെ കണ്ണുകൾ പിൻവലിച്ച ഞാൻ അൽത്താഫിനു നേരെ തിരിഞ്ഞു. അവൻ അപ്പോൾ ചാന്ദിനിക്ക് നല്ലൊരു സന്ദർശകനെ കിട്ടിയ സന്തോഷത്തിൽ നിലത്തുനിന്നും കൈക്കുടന്നയിൽ വാരിയെടുത്ത കുറേ ഗുൽമോഹർ പൂക്കൾ മേൽപോട്ടെറിഞ്ഞ് പൂമഴ തീർത്ത് രസിക്കുകയായിരുന്നു. കാലിന് സുഖമില്ലാത്ത അവളെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നത് ശിക്ഷാർഹമായ ഒരു കുറ്റകൃത്യമാണെന്ന് അറിയാമോ നിനക്ക്? പ്രതീക്ഷിക്കാത്ത ആ ചോദ്യം കേട്ട് ഒരു നിമിഷം പകച്ചു നിന്ന അവൻ അതിനുള്ള മറുപടിക്ക് പകരം, സാബ് ഷോലെ പിക്ചർ കണ്ടിട്ടുണ്ടോ? അതിലെ ബസന്തിയുടെ ധന്നോയെ ഓർക്കുന്നോ എന്ന് എന്നോട് തിരിച്ചു ചോദിക്കുകയാണ് ചെയ്തത്. ഷോലെ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ചോദ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവൻ്റെ മറുചോദ്യം എന്നെ ശുണ്ടി പിടിപ്പിച്ചെങ്കിലും അവൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഏതോ സംഭവത്തിൻ്റെ മുഖവുരയായിരിക്കും അതെന്നോർത്ത ഞാൻ എന്തെങ്കിലും പ്രതികരിക്കും മുമ്പ് തന്നെ അവൻ ആ സംഭവം വിവരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ അവൻ നൽകിയ വിവരപ്രകാരം ഷോലയിലെ ധന്നോയെപ്പോലെ ചാന്ദിനിയും കുറേയേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു താരമാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ദിവസം ഏതോ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ഒരു കല്ലിൽ തട്ടി വീണ അവളുടെ വലതു മുൻകാലിന് പരിക്കേറ്റു. അതോടെ സിനിമാ രംഗത്തു നിന്നും അവൾ പുറന്തള്ളപ്പെട്ടു. താരപരിവേഷം നഷ്ടപ്പെട്ട അവളിലൂടെയുള്ള വരുമാനം നിലച്ചപ്പോൾ അവളെ വളർത്തിയിരുന്ന ആളും അവളെ ആട്ടിപ്പായിച്ചു. അനാഥയായ അവൾ വിശന്നു വലഞ്ഞ് തെരുവിലെ ഒരു മാലിന്യ കൂനയ്ക്കടുത്ത് തളർന്നു കിടക്കുമ്പോൾ അതുവഴി എത്തിയ അൽത്താഫിൻ്റെ പിതാവ് ദിലാവർ ഖാൻ അവളെ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തീറ്റയും ശുശ്രൂഷയും നൽകി. മുടന്തിയാണെങ്കിലും ഒരുവിധം നടക്കാൻ പരുവമാക്കുകയാണുണ്ടായത്. ചാന്ദിനിയെപ്പോലെ തന്നെ സിനിമയിലെ സാഹസിക രംഗങ്ങളിൽ പല സൂപ്പർ താരങ്ങളുടെയും പകരക്കാരനായി അഭിനയിച്ചിരുന്ന ദിലാവർ ഖാൻ്റെ ഭാര്യയും അൽത്താഫിൻ്റെ മാതാവുമായ നൂർജഹാൻ എന്ന ബാർ ജീവനക്കാരി ഏതാനും വർഷം മുമ്പ് അവൾ ജോലി ചെയ്തിരുന്ന ബാറിലെ സന്ദർശകനായ ഒരു അധോലോക ഗുണ്ടയുടെ കൂടെ ഒളിച്ചോടി പോയിരുന്നതിനാൽ ആ കുടുംബത്തിലെ മറ്റൊരംഗമായി എത്തിയ ചാന്ദിനിയെ ദിലാവർ ഖാനും അൽത്താഫും പൊന്നുപോലെ വളർത്തി വരികയായിരുന്നു. അതിനിടയിലെന്നോ ഒരു സിനിമയുടെ ചിത്രീകരണ വേളയിൽ നായികയെ തട്ടിക്കൊണ്ടുപോകുന്ന ഗുണ്ടാ സംഘത്തിൻ്റെ ജീപ്പിലേക്ക് ബൈക്കിൽ നിന്ന് എടുത്തു ചാടുന്ന നായകൻ്റെ പകരക്കാരനായി അഭിനയിക്കുമ്പോഴുണ്ടായ അപകടത്തിൽ മുട്ടിന് താഴെ വെച്ച് ഇടതുകാൽ നഷ്ടപ്പെട്ട ദിലാവർ ഖാനെയും ചാന്ദിനിയെപ്പോലെ തന്നെ സിനിമാക്കാർക്ക് വേണ്ടാതായി. എനിക്കൊരു ജോലിയായാൽ അവളെ കൊണ്ട് ഈ പണി ചെയ്യിക്കുന്നത് ഞാൻ നിർത്തും. അതുവരെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ സാബ്? അവൻ്റെ ആ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടിയ ഞാൻ കരുണരസം കരകവിയുന്ന അവരുടെ കഥയ്ക്ക് ചേർന്ന ഒരു ശീർഷകത്തെക്കുറിച്ച് ഓർത്തു നിൽക്കുമ്പോൾ ഏതോ പടക്കളത്തിൻ്റെ അതിരുകൾ ലംഘിച്ചെന്നോണം വിജനമായ റോഡിൻ്റെ അങ്ങേ തലക്കിലെ തിരിവിൽ നിന്നും വെള്ളക്കാരൻ സായിപ്പിനെയും കൊണ്ട് നിലം തൊടാതെ കുതിച്ചു വരുന്ന ചാന്ദിനിയുടെ വിദൂര ദൃശ്യവും കുളമ്പടി ഒച്ചയും ഒരു വെള്ളിത്തിരയിലെന്നോണം തെളിഞ്ഞ് സമീപ ദൃശ്യവുമായി വികാസം പ്രാപിക്കുന്ന കാഴ്ച എന്നെയും അൽത്താഫിനെയും ഒരുപോലെ അമ്പരപ്പിച്ചു. അവളുടെ വരവിൻ്റെ വേഗതയിൽ സായിപ്പിൻ്റെ ചെമ്പൻ തലമുടി ഇഴകൾ ആളിക്കത്താൻ വെമ്പുന്ന അഗ്നിനാളങ്ങൾ പോലെ പിന്നോക്കം പാറിപ്പറന്ന് നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രിമേളയിലേക്കുള്ള സന്ദർശകരുടെ വരവ് അപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു.